തുടങ്ങാല്ലേ? തുടങ്ങാം. ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലം മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഭൂപതിവ് ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഗവൺമെൻറ് ഇടപെട്ടത്. ഭൂപതിവ് ഭേദഗതി നിയമത്തിലൂടെ ഇടുക്കി ജില്ല ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ച് വളരെയേറെ ആശ്വാസം നൽകുന്ന നിലപാടാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് BJP യേതര ഗവൺമെൻറ്റുകളെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കാൻ നടത്തിയിട്ടുള്ള കേന്ദ്ര ഇടപെടൽ ഭൂപതിവ് നിയമ ഭേദഗതി ഗവർണർ ഒപ്പിടാതെ മാസങ്ങളായി ഇപ്പോഴും നിയമമാക്കാൻ പൂർണ്ണമാവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഇതെല്ലാം ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇതെല്ലാം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഒപ്പിടാൻ തയ്യാറില്ലാത്ത ഗവർണർ പ്രസിഡന്റിൻ്റെ മുമ്പിലേക്ക് അയക്കുന്ന നില ഉണ്ടായത്. 6 മാസമായിട്ടും ഇടുക്കി ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലെ ഏറ്റവും ശരിയായ കർഷകർക്ക് ആശ്വാസം നൽകുന്ന നടപടി ഗവർണർ ഒപ്പിടാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട
നിയമം തന്നെ തട്ടിപ്പാണ് എന്നാണ് ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള UDF നേതാക്കളും MP-യും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്തുത എന്താണ് എന്ന് എല്ലാവർക്കും അറിയുമ്പോഴും കളവ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് BJP-യെ സഹായിക്കലാണ്. BJP ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രഖ്യാപിത രീതിയാണ് ഗവർണർമാരെ ഉപയോഗിച്ച് കേരളത്തെയും കേരളം പോലെ BJP ഇതര ഗവൺമെൻറ്റുകളെയും അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഉപകരണമായിട്ട് ഗവർണർമാരെ ഉപയോഗിക്കുക എന്നുള്ളത്. അതിന് വെള്ളപൂശാനാണ് ഇവിടെ UDF-ഉം ഡീൻ കുര്യാക്കോസ് എന്ന MP-യും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ വാദം ഇവിടെ പാർട്ടി ഓഫീസുകൾക്കും മറ്റും വേണ്ടി ഒരു കാര്യം നിർവഹിച്ചു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തികച്ചും തെറ്റായ, ആയിരക്കണക്കിന് കർഷകർക്ക് അനുകൂലം ലഭിക്കുന്ന, എത്രയോ കാലമായിട്ട് ഇവിടെ എല്ലാവരും എല്ലാ വിഭാഗം ജനങ്ങളും ഒരേപോലെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പതിവ് അത് സ്വാഭാവികമായിട്ടും നമുക്കറിയുന്നത് പോലെ ഭൂപതിവ് നിയമ ഭേദഗതി ഫലപ്രദമായിട്ട് നടത്താൻ നമുക്ക് സാധിക്കും. അതാണ് ഇവിടെ ഗവർണർ പിടിച്ചു വച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വളരെയേറെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഗവർണർമാരോടുള്ള സമീപനം സംബന്ധിച്ചിപ്പോൾ വ്യക്തമായ നിലപാട് സ്വീകരിക്കപ്പെടണം. ഞങ്ങളുടെ പാർട്ടി മുമ്പ് തന്നെ ഗവർണർമാരെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ മേലെ സ്ഥാപിക്കേണ്ട കാര്യമില്ല, ഗവർണർ പോസ്റ്റ് തന്നെ ആവശ്യമില്ല എന്ന് പാർട്ടി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ച പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞത്, CPI മുന്നോട്ടേക്ക് വെച്ചത്, ഗവർണർമാരെ നിശ്ചയിക്കുമ്പോൾ മുഖ്യമന്ത്രിമാരുമായിട്ടും കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന നില ഉണ്ടാവണം. കാരണം സംഘർഷാത്മകമായ സാഹചര്യം ഉണ്ടാക്കി വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണം പോലും അപ്രസക്തമാകുന്ന രീതിയിലുള്ള ഗവർണർമാരുടെ ഈ നിലപാട് മാറ്റാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ സാഹചര്യത്തിലൊരു വഴി എന്നിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുക. അപ്പോൾ ഈ ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇതുമാത്രമല്ല, ഇപ്പോൾ അതിനുശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റിലേക്കുള്ള നോമിനേഷൻ വന്നു. ആ നോമിനേഷനിൽ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായ നോമിനേഷൻ വളരെ ശ്രദ്ധേയമായ പ്രഗത്ഭരായ വ്യക്തികളെയൊക്കെ മാറ്റി RSSൻ്റെ ഏറ്റവും താഴെ തലത്തിലുള്ള ചില ആളുകളെ കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന നില വന്നു. അതുമാത്രമല്ല, UDF-ൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെയും തീരുമാനിച്ചു. ഗവർണർക്ക് എവിടെ നിന്നാണ് UDF-ൻ്റെ പാനൽ കിട്ടുന്നത്? BJP-ൻ്റെയും RSSൻ്റെയും പാനൽ കിട്ടുന്നത് മനസ്സിലാക്കാം. പക്ഷേ UDF-ൻ്റെ പ്രമുഖ നേതാക്കന്മാരെ, ജില്ലാതല UDF കോൺഗ്രസ് നേതാക്കന്മാരെയും നിശ്ചയിക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു ഗവർണർ രാജ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അതിശക്തിയായ രീതിയിൽ എതിർക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പൊതുവായിട്ട് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ സാധാരണ രീതിയിൽ BJP ഇതര ഗവൺമെൻറ്റുകളുടെയും പൊതുവായ നിലപാട്. വന്യമൃഗ ആക്രമണം സത്യം പറഞ്ഞാൽ അനുഭവിക്കുന്ന ഒരുപാട് ജില്ലകൾ കേരളത്തിലുണ്ട്. മലയോര പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കാസർഗോഡും അതുപോലെ കണ്ണൂരും തുടങ്ങി ഇങ്ങോട്ട് വയനാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേന്ദ്രം. പിന്നെ നിലമ്പൂർ ഉൾക്കൊള്ളുന്ന മലപ്പുറം ജില്ല തുടങ്ങി ഇങ്ങോട്ട് തീരെ ഒഴിച്ച് ബാക്കി എല്ലാ മേഖലയിലും യഥാർത്ഥത്തിൽ ആലപ്പുഴ മറ്റോ മാത്രമേ ഒഴിവുണ്ടാവൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഈ പ്രശ്നം. ഈ വന്യമൃഗ സംരക്ഷണത്തിൻ്റെ പേര് പറഞ്ഞ് അതാണത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ് ആദ്യം അതിനുവേണ്ടി കർശനമായ
നിലപാടുകൾ സ്വീകരിച്ചത്. വന്യമൃഗസംരക്ഷണം, വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള കാര്യമാണ് നമ്മളിവിടെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വന്യമൃഗങ്ങളെ അങ്ങോട്ട് തൊടാനെ പറ്റി അതിനെ വലിയ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള പരിപാടി ജനങ്ങളെ കാണാതെ തീരുമാനിച്ചു. ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് തുടങ്ങിവെച്ച ആ പരിപാടി പിന്നീട് BJP സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലയാണ് സ്വീകരിച്ചത്. അത് നമ്മൾ വളരെയേറെ കണ്ടിട്ടുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വളരെ വലിയ പരിമിതിയാണ്. അടിസ്ഥാന നിയമങ്ങളും കാര്യങ്ങളും എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ കേരളത്തിലെ ജനങ്ങളും ഗവൺമെൻറ്റും ശബ്ദമുയർത്തിയാലും, ഇതിലിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വന്യമൃഗസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ തൊടാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ ക്ഷുദ്രജീവികളായിട്ടുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നമുക്ക് അനുവാദമില്ല. വലിയ നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ട് വെടിവെച്ച് കൊല്ലാൻ, പന്നിയെ തന്നെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അത് ഗർഭിണിയാണോ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും നോക്കിയിട്ട് കൊല്ലാൻ ഇവിടെ ആണ് അതിൻ്റെ പ്രായോഗികത നമുക്കെല്ലാവർക്കും അറിയാം. അത് ഒരു പ്രൊജക്റ്റ് തന്നെ തയ്യാറാക്കി കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചതാണ്. നമ്മുടെ കേരളത്തിൻ്റെ വന്യജീവികളുടെ അക്രമം ജനകേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം, അതിൻ്റെ പ്രതിരോധത്തിനു വേണ്ടിയും അതിനെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ ആക്രമിക്കുന്ന ഇത്തരം ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു 620 കോടി രൂപയുടെ ഒരു പദ്ധതി കേരള ഗവൺമെൻറ് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് കേന്ദ്രം ഒന്നും തന്നെ നിലപാട് സ്വീകരിക്കുന്നില്ല. കേന്ദ്രത്തിനെതിരായിട്ട് അതിശക്തിയായിട്ട് ഇടപെടാൻ സാധിക്കുന്ന MP-മാരുണ്ട്. ഡീൻ കുര്യാക്കോസൊക്കെ ഈ മേഖലയിലുള്ള വന്യമൃഗ ആക്രമം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള MP-മാരാണെങ്കിലും കഴിഞ്ഞ 5 കൊല്ലക്കാലം ഈ കേരളം അഭിമുഖീകരിക്കുന്ന സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും പോയപ്പോൾ അതിനെതിരായിട്ടൊരക്ഷരം പാർലമെൻറ്റിലോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടൽ കേന്ദ്രത്തിലോ നടത്താൻ അവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മലയോര മേഖലയിലുള്ളത്. പക്ഷേ ആന ഏതെങ്കിലും മനുഷ്യനെ ആക്രമിച്ച് കൊല ചെയ്താൽ ഉടനെ പോസ്റ്റ്മോർട്ടം പോലും അനുവദിക്കാൻ പറ്റാത്ത രീതിയിൽ ശവവുമായി പോകുന്ന സമരത്തിൻ്റെ പാതയും നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു ജനതയുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ യജ്ഞം ഇല്ലാതാക്കുക, കക്ഷി രാഷ്ട്രീയം മാത്രം മുന്നിൽ വെച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട ചുമതല. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇടുക്കിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ നിയമം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്നിപ്പോഴല്ല മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചട്ടം തയ്യാറാക്കി ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വരാൻ സുപ്രീം കോടതി തീരുമാനിച്ച തീയതിയുടെ രാത്രി എല്ലാ ഫാസിസ്റ്റുകളും ഇങ്ങനെയാണ് ചെയ്യുക. ആ വിവരം ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്താ ശ്രദ്ധ നേടാൻ ചട്ടം പ്രഖ്യാപിച്ച് നിയമം ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിയുണ്ട്. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ഒരുപാട് നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടൊന്നല്ല. നമുക്കറിയാം, മതരാഷ്ട്രം വേണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ ഹിന്ദുത്വ അജണ്ടയിലൂടെ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഹിന്ദുത്വ രാജ്യം അനുവദിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. RSS വിളിച്ചു ചേർത്ത പ്രചാരകരുടെ സമ്മേളനം, 2000-ഓളം ആളുകൾ പങ്കെടുത്ത സമ്മേളനത്തിൽ അന്നത്തെ സർസംഘ് ചാലക് ഗോൾവാൾക്കർ പറഞ്ഞത്, ഈ ഗാന്ധി ഹിന്ദു രാജ്യം അനുവദിക്കാൻ തയ്യാറായില്ല. പാകിസ്ഥാന് മുസ്ലിം രാഷ്ട്രം നൽകി,
ഹിന്ദുക്കൾക്ക് ഇന്ത്യ നൽകിയില്ല. ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് ഏറ്റവും ശക്തിയായിട്ടുള്ള എതിർത്ത നിലപാട് സ്വീകരിച്ചത് ഗാന്ധിയാണ്. മഹാത്മ്യൊന്നുമില്ല, വെറും ഗാന്ധി പരമപുച്ഛത്തോടു കൂടിയാണ്. എന്നിട്ട് ആ പ്രസംഗം അവസാനിപ്പിച്ചതിൻ്റെ വർബാറ്റ മുഴുവൻ ഇപ്പോഴും നമ്മുടെ മ്യൂസിയത്തിലുണ്ട്. പറഞ്ഞത് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇതേ നില ഗാന്ധി തുടർന്നാൽ നിശബ്ദനാക്കേണ്ടി വരുമെന്നാണ് പ്രസംഗം. നിശബ്ദനാക്കേണ്ടി വരുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. അത് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടില്ല, അതിനു മുമ്പ് ഗാന്ധിയെ കൊന്നു. അത് ഹിന്ദു രാഷ്ട്രമാക്കാൻ അനുവദിക്കാത്ത ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ സ്വാതന്ത്ര്യ സമര സേനാനിയെ, രാഷ്ട്രപിതാവിനെ അവർ കൊല്ലുകയാണ്. ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി നിയമം. അല്ലാണ്ട് ബംഗ്ലാദേശിൽ നാട് വരുന്നു, അല്ലെങ്കിൽ ഇപ്പുറത്ത് പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നു എന്നുള്ള പ്രശ്നമൊന്നുമല്ല അതിലുള്ളത്. മൗലികമായ പ്രശ്നം ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ, ഈ 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അപകടകരമായ, ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായ ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള, വർഗീയ അജണ്ടയിലേക്കുള്ള അതിൻ്റെ കൈവഴി തീർത്തതാണ് പൗരത്വ ഭേദഗതി നിയമം. BJP സ്വാഭാവികമായിട്ടും അവരുടെ അജണ്ടയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ്സിന് അതിൻ്റെ പ്രകടന പത്രികയിൽ പോലും ചോദിച്ചപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ പറയാണ്. ആ നാളെ ഇന്നേ വരെ ഓർന്നില്ല ദേശീയ അടിസ്ഥാനത്തിൽ. അവരുടെ പ്രകടന പത്രികയാണ് പിന്നീട് ആശ്രയിക്കാൻ സാധിക്കുന്നത്. പ്രകടന പത്രികയിൽ മുണ്ടിയില്ല. എന്നിട്ട് ഇപ്പോൾ കണ്ടുപിടിക്കുകയാണ് അതിൻ്റെ 8ാമത്തെ ഖണ്ഡികയുടെ ഒരു പദപ്രയോഗം സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അതാണ് ഇതാണെന്ന്. എന്താ പറയുക അതിനെല്ലാം? ഈ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൗരത്വ ഭേദഗതി നിയമം എന്ന പേര് പോലും പറയാൻ BJP ഭയം കൊണ്ട് സാധിക്കാതെ ഒരു പാർട്ടിയായിട്ട് ഈ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. മൃദു ഹിന്ദുത്വ നിലപാടാണ്. ഇതേപോലെയുള്ള ഒരുപാട് നിലപാടുണ്ട്. അതിനെപ്പറ്റി ഞാനിപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസ്സിന് നയമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തോട് പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്ത മൃദു ഹിന്ദുത്വ സമീപനത്താൽ അവർ ശരിക്കും വരിഞ്ഞു കെട്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സ്ഥിതി. കേരളത്തിലെടുത്താൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനെ തടുത്തു നിർത്താനുള്ള പൊതുവിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ്. ഇതെല്ലാ കൊല്ലവും വിഷുവിൻ്റെയും അതുപോലെ റംസാൻ്റെയും എല്ലാം പശ്ചാത്തലത്തിൽ ഓണച്ചന്തകൾ, ഉത്സവ ചന്തകൾ, റംസാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് റംസാൻ വിഷു പ്രമാണിച്ചുള്ള സബ്സിഡിയോടുകൂടിയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള പദ്ധതിയാണ്. ഇവിടെ കോൺഗ്രസും BJPയും ചേർന്ന് അതനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുക. എല്ലാം ജനവിരുദ്ധ നിലപാടാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് വേണ്ടി കോൺഗ്രസും ചേർന്നിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള റംസാൻ വിഷു ചന്ത 300ഓളം കേന്ദ്രത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അത് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ നിലപാടുകൾ BJPക്ക് വേണ്ടി നടപ്പിലാക്കാൻ കോൺഗ്രസും കൂടി കൂട്ടുനിൽക്കുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒരു വികസന പ്രവർത്തനവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, നടത്താൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, അവർ ഇതുപോലുള്ള ജനക്ഷേമകരമായ കാര്യങ്ങളിൽ ഇടപെട്ട് അതെങ്ങനെ കൊടുക്കാതിരിക്കും എന്ന കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. വലിയ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന 62 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ്റെ 2 ഗഡു ഇന്നു മുതൽ വിതരണം ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നു മുതൽ വിതരണം ചെയ്യും. അപ്പോൾ കേരള ഗവൺമെൻറ്റിനെ സാമ്പത്തികമായ പ്രതിരോധത്തിലാഴ്ത്തുക മാത്രമല്ല, ഗവൺമെൻറ് ചെയ്യുന്ന ജനക്ഷേമകരമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നതുകൂടി ഇപ്പോഴാണെങ്കിൽ
ഇലക്ഷൻ കമ്മീഷനെ തന്നെ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ ചെയ്തു വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നല്ല രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുടനീളം കാണുന്നത്. കാസർഗോഡ് മുതൽ ഇന്നിപ്പോഴും ഇടുക്കി വരെയുള്ള മേഖലയിലുള്ള പരിപാടികളിൽ പങ്കെടുത്തപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ കാര്യം അതാണ്. നല്ല രീതിയിലുള്ള വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അനുഭവത്തിൽ ഈ പര്യടന പരിപാടിയുടെ ഭാഗമായിട്ട് മനസ്സിലായിട്ടുള്ളത് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കും. ശരിയാണ് പറയാനുള്ളത്. അതിപ്പോൾ ക്രൈസ്തവ സഭയാണ് അത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അത് സംബന്ധിച്ചുള്ള അടുത്ത നിലപാട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നതിന് 3 ഉള്ളടക്കമാണ്. ഒന്ന്, അത് മുസ്ലിം വിരുദ്ധമാണ്. 2, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. 3, അത് കേരള വിരുദ്ധമാണ്. ഈ 3 ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യവും ഇല്ലാത്ത RSS അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോഹല പോലെ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഒരു സാമൂഹ്യമോ സാംസ്കാരികമോ ഇനി കലാപരമോ ആയ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല ദ കേരള സ്റ്റോറി. അത് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങളതിനെ ശക്തിയായിട്ട് എതിർത്തത്. ഗവൺമെൻറ് മിഷനറിയാണല്ലോ ദൂരദർശൻ. ആ ദൂരദർശൻ വഴി കേരളത്തിനെതിരായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ടും പ്രത്യേകിച്ചിട്ട് മുസ്ലിം ജനവിഭാഗത്തിന് എതിരായ സ്പർദ്ധ രൂപപ്പെടുത്താൻ സാധിക്കുന്ന നിലവെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സംഘപരിവാർ അജണ്ട ഔദ്യോഗികമായി അവർ ദൂരദർശൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് വന്നപ്പോഴാണ് ഞങ്ങളതിനെ അതിശക്തിയായിട്ട് എതിർത്തത്. അതിന് എതിരായിട്ടുള്ള കത്ത് ഞങ്ങൾ നൽകിയത്. അത് കേരളത്തിൽ പ്രസിദ്ധീകരിച്ചതാണ്, മുമ്പ് റിലീസ് ചെയ്തതാണ്. ആരും കാര്യമായിട്ട് കാണാൻ പോയിട്ടില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുപോലുള്ള പ്രചരണായുധമായിട്ട് ഉപയോഗിക്കുന്ന സിനിമകളൊന്നും ഒരു തരത്തിലും പരിഗണിക്കാറില്ല, ആരും കണ്ടിട്ടുമില്ല. ഇപ്പോൾ രൂപത ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ള അവർ ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. ഇത്തരം ഉള്ളടക്കമുള്ള ഒരു സിനിമ സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായ തലത്തിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ അവരവർ തന്നെ ആലോചിക്കേണ്ടതാണ്. അത് വിലക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ബംഗാൾ ഗവൺമെൻറ് പോയി. ഞങ്ങളോടൊന്ന് പറഞ്ഞാണ് അത് നിരോധിക്കണം എന്നുള്ള കാഴ്ചപ്പാട്. നിരോധിക്കണം എന്നുള്ളതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിവിപുലമായ ആശയപ്രചരണത്തിന് മുന്നോട്ടേക്ക് പോകുകയല്ലാതെ ഏതെങ്കിലും ഒരു ആശയത്തെ നിരോധിച്ച് അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള ധാരണ CPM-നില്ല. ഞങ്ങളതുകൊണ്ടാണ് അതിനെ നിരോധിക്കണം എന്ന നിലപാടിനോട് യോജിക്കാതിരുന്നത്. ഇപ്പോഴും ഞങ്ങൾ നിരോധിക്കണമെന്നുള്ള നിലപാടിനോടല്ല യോജിപ്പ്. പക്ഷേ അതിൻ്റെ കൃത്യതയോടുകൂടി അത് തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കും. ആ സാധിക്കുന്ന ശരിയായ വിശദീകരണം രാജ്യത്ത് നടക്കും. മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളതിലെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടത് വേണോ വേണ്ടയോ എന്നുള്ളത് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞാൻ പറഞ്ഞതിൽ എതിർപ്പില്ലെങ്കിൽ എതിർപ്പില്ല, ഞാൻ പറഞ്ഞതിൽ എതിർപ്പുണ്ടെങ്കിൽ എതിർപ്പുണ്ട്. പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടില്ല. എന്താ മനസ്സിലായി? എതിർപ്പില്ല എന്നാണ് മനസ്സിലായത്. ഞങ്ങൾ ഒരു കലാമൂല്യവും ഇല്ലാത്ത, സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ഒന്നും സംഭാവന ചെയ്യാത്ത, വിപരീത ദശയിൽ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേരള വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമായ ഒന്നാണ് ദ കേരള സ്റ്റോറി. ആ സ്റ്റോറിയെ നിരോധിക്കുക എന്നുള്ള നിലപാടിലേക്ക് CPM എത്തിയിട്ടില്ല. ഞങ്ങൾ കലാപരമായ അത് മൂല്യമില്ലാതെ മൂല്യമുള്ളതും ഉൾപ്പെടെയുള്ള ഒരുപാട് എണ്ണം വരുന്നുണ്ട് ഞങ്ങൾക്കെതിരായിട്ടൊക്കെ. അതൊക്കെ നിരോധിച്ചിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായമല്ല ഞങ്ങൾക്കുള്ളത്. ആശയത്തെ ആശയപരമായിട്ട് തന്നെയാണ്, വ്യക്തതയോടുകൂടിയാണ് നേരിടേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അകത്ത് വിരോധമുണ്ടോ സന്തോഷമാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറഞ്ഞത്. ഏതാ പത്രം? ഏഷ്യാനെറ്റാ. എന്നാൽ പിന്നെ ആ ചോദിച്ചില്ലെങ്കിലേ പോകും. അതെ, ഞാൻ പറഞ്ഞത് മതി, ഇത്രയും മതി ഉത്തരം. ശരി, വേറെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? എന്താ നിങ്ങളെന്താ പറയാൻ പറഞ്ഞു?
ഏ ആ അത് അവരോട് ചോദിച്ചാലല്ലേ മനസ്സിലാകുക. അവരെന്താ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അവരോട് ചോദിച്ചു നോക്ക്. അവരോട് ചോദിച്ചിട്ട് കാര്യം എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളല്ലേ പുറത്തു കൊണ്ടുപോവാ. ലവ് ജിഹാദിനെ സംബന്ധിച്ചിടത്തോളം മുമ്പേ ചർച്ച ചെയ്ത് സുപ്രീം കോടതി ഉൾപ്പെടെ എല്ലാം പരിശോധിച്ച് പാർലമെൻറ്റിൽ അമ്മാതിരിയൊന്നും ഇല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടതാണ്. അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ 3 ഉള്ളടക്കം അതിലുണ്ട്. അതിൽ ഈ ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള ഒരു ഭാഗത്തുണ്ട്, മുസ്ലിം വിരുദ്ധത നല്ലപോലെ അതിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുണ്ട്, ഒപ്പം കേരള വിരുദ്ധതയുണ്ട്. ഈ 3 വിരുദ്ധതയും ഉൾക്കൊള്ളുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു കലാമൂല്യമില്ലാത്ത ഒരു സാധനമാണ് BJP തയ്യാറാക്കിയിട്ടുള്ളത്. അതിപ്പോൾ പ്രദർശിപ്പിക്കുന്നതിന് ഞങ്ങൾ അന്ന് അതിനെ അംഗീകരിച്ചിട്ടില്ല, ഇന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് ഞങ്ങൾ ആശയപരമായിട്ട് പറയുക, അതിനെ നിരോധിക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കുക. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണാൻ പാടില്ല എന്ന് പറയുക, അങ്ങനെയുള്ള ഒരു നിലപാടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ആശയങ്ങളെ ആശയപരമായിട്ട് തന്നെ നേരിടാനുള്ള ശേഷിയും കഴിവും ഇന്നത്തെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനുണ്ട്. ഏത് തരത്തിലുള്ള ആയാലും ആ ഒരു ആത്മധൈര്യത്തിലാണല്ലോ ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് ഏഷ്യാനെറ്റല്ല, മാതൃഭൂമി മനോരമയല്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലോബി മുഴുവൻ, മാധ്യമ ശൃംഖല മുഴുവൻ പരമാവധി ഞങ്ങൾക്കെതിരായാലും ഞങ്ങളതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവരല്ല. അത് നിങ്ങൾക്ക് ഇതേ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ മനസ്സിലായിക്കോ. നിങ്ങൾ ആശ്രയിച്ചൊന്നും പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. നിങ്ങളുടെ ചെലവിൽ വളർന്നതുമല്ല, നിങ്ങളുടെ ചെലവിൽ തകർത്താനും ആവില്ല. അത് രണ്ടാമത് പറഞ്ഞ് കേട്ടില്ലേ? നിങ്ങളുടെ ചെലവിൽ വളർന്നതുമല്ല, നിങ്ങളുടെ ചെലവിൽ അതിനെ അവസാനിപ്പിക്കാനും ആവില്ല. അത്രയേ ഉള്ളൂ. അത് എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ പറ്റി അറിയാലോ. കെജ്രിവാൾ ജയിലിലല്ലേ ഉള്ളൂ, പിന്നെ അക്കൗണ്ട് മരവിപ്പിച്ചതിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? അതിന് തോന്നിയാസാണ്, ഗുണ്ടായിസാണ്. 10-30 കൊല്ലമായിട്ടുള്ളൊരു അക്കൗണ്ട് ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഒരു നോട്ടീസും കൊടുക്കാതെ ഒരു പരിശോധനയും നടത്താതെ നേരിട്ട് അങ്ങോട്ട് അക്കൗണ്ട് മരവിപ്പിക്കുക, എന്നിട്ട് അതിന് കാരണം കണ്ടുപിടിക്കുകയാണ്. ഞങ്ങൾ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് സഖാവ് യെച്ചൂരി ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ, നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കിട്ടും കണക്ക്. 14 ജില്ലയിലെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കണക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട് ഒരുപാട്, 101 അക്കൗണ്ട്. നിങ്ങൾ മനസ്സിലാക്കാൻ സ്വത്തുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ പാർട്ടിക്ക് ബ്രാഞ്ചിന് ഓഫീസുണ്ട്, ലോക്കൽ കമ്മിറ്റിക്ക് ഓഫീസുണ്ട്, ഏരിയ കമ്മിറ്റിക്ക് ഓഫീസുണ്ട്. ഇങ്ങനെ വരുമ്പോൾ 10,000 ഓഫീസായി. 10,000 കണക്കിന് ബ്രാഞ്ചല്ലേ, അതിന് കുറേ എണ്ണത്തിന് ഇപ്പോൾ ഓഫീസുണ്ട്. ഈ ഓഫീസല്ല ആസ്തിയുടെ ഭാഗമായിട്ട് ചേർത്ത് കണക്ക് കൊടുത്തില്ല എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മുമ്പേ പറഞ്ഞതല്ലോ. ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ അതിൻ്റെ ആസ്തിയുടെ ഭാഗമായിട്ടാണ് അതെല്ലാം കണക്കാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ താഴെ ഇവിടെ ഇപ്പം ഇത് ഏരിയ കമ്മിറ്റിയാണ് ഏലപ്പാറ ഏരിയ കമ്മിറ്റി എത്ര ബ്രാഞ്ചിന് ഓഫീസുണ്ട്? ഇവിടെ ഏരിയ കമ്മിറ്റിക്ക് ഓഫീസ് എടുക്കാൻ പോകില്ലേ? അപ്പോൾ അതൊക്കെ ആണ് കൊടുത്തില്ല, സ്വത്ത് കൊടുത്തില്ല. എന്ത് കൊടുത്തില്ല? അതെല്ലാം അസംബന്ധം പറയുകയാണ്. പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ വഴി കണ്ടുപിടിക്കുകയാണ്. ആദ്യം പിടിക്കുക, പിന്നെ വഴി കണ്ടുപിടിക്കുക. അതാ പുതിയ ED പോലെ പുതിയൊരു IT വന്നിരിക്കുകയാണ്. IT പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇൻകം ടാക്സ്. ED അറിയാലോ, പണ്ടേ അറിയുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ IT കൂടി വന്നിരിക്കുക. ഇങ്ങനെ കുറേ എണ്ണമുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ ഒതുക്കാനാവുമെന്ന ഫാസിസ്റ്റ് രീതിയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഷീർ റംസാൻ ഏതാ? ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. ഞങ്ങൾ കൊടുക്കാനാണ് തീരുമാനിച്ചത്. ചന്ത നടത്താനാണ് തീരുമാനിച്ചത്. ചന്ത നടത്താൻ പാടില്ല എന്ന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. അതാ പ്രശ്നം. ഞങ്ങൾ ചന്ത നടത്താൻ തീരുമാനിച്ചു. 300ഓളം ചന്ത നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. കൺസ്യൂമർ ഫെഡിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ സംവിധാനത്തിൻ്റെയും ഭാഗമായിട്ട് ചന്തയുണ്ട്. അപ്പോൾ അത് നടത്താൻ പറ്റില്ല എന്നിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസും BJPയും ഇടപെട്ടിട്ടാണ് നടത്താൻ പറ്റില്ല എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ ജനവിരുദ്ധമായൊരു നിലപാടാണ് ഈ കോൺഗ്രസും BJPയും എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. അതാ കാര്യം. അല്ല, അത് സാധാരണ ഇപ്പോൾ ആയിരിക്കും ശമ്പളം കൊടുക്കുന്നതിൽ തടസ്സം കൊടുക്കാൻ പറ്റുമോ?
ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നതോ പെൻഷൻ കൊടുക്കുന്നതോ ആർക്കും തടയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ പറ്റുവാണെങ്കിൽ അവരത് നിൽക്കുമായിരുന്നു. കാരണം ശമ്പളം പെൻഷൻ കൊടുക്കാതിരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. എങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാതിരിക്കാം എന്ന് ഗവേഷണപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷം ഈ കേരളത്തിലല്ലാതെ ലോകത്ത് കൂടി ഉണ്ടാവില്ല. ആര്? അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇവരാണ് ശക്തിയായിട്ട് ഇടപെട്ടത്. കോൺഗ്രസും ബി ജെ പിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അവരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് പറയുന്നതിനേക്കാളും നല്ല ജനങ്ങളാണ്. ജനങ്ങൾക്കാണുള്ള ആശ്വാസം ചെയ്തത്. ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് തന്നെ എതിരായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കാര്യം. അവസാനിപ്പിക്കല്ലേ? ശരി. ഏത് പരാതി? ഏത്? അതുകൊണ്ടാണല്ലോ ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്. തന്നെയാണ് കൺസ്യൂമർ ഫെഡ് ഉൾപ്പെടെയുള്ള ചന്ത ഒന്നും അനുവദിക്കാൻ പാടില്ല. കാരണം അതെല്ലാം തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് വിരുദ്ധമാണ് എന്ന നിലപാട് ഇവരാണ് സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പിയും കോൺഗ്രസും തന്നെയാണ് ഈ നിലപാട്, ജനവിരുദ്ധ നിലപാട് സ്വീകരിപ്പിക്കാൻ മുൻകൈയെടുത്തത്. ഇപ്പോൾ അതേത് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാലോ. കേരളത്തിൽ ഒരു വികസന പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല എന്ന് രാഷ്ട്രീയ തീരുമാനം എടുത്തതാണ് പ്രതിപക്ഷ നേതാവ്. ലോകത്ത് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവില്ല. മനസ്സിലായില്ലേ? ലോകത്ത് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവില്ല. ഏത് പ്രതിപക്ഷവും പറയുന്നത് ജനാധിപത്യ സമൂഹത്തിൽ ക്രിയാത്മകമായ പ്രതിപക്ഷമാവുന്നതാണ്. പക്ഷേ രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, വികസനത്തിന് വോട്ടുണ്ട്. വികസനത്തിന് വോട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് നടക്കാൻ പാടില്ല? വികസനം നടക്കാൻ പാടില്ല. അപ്പോൾ വികസനം ഇനി നടത്താൻ അനുവദിക്കില്ല അത് പരസ്യമായിട്ട് പറഞ്ഞ് ഒരു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ലാതെ ഈ ലോകത്ത് വേറെ എവിടെയില്ല. മതി, അത് കിട്ടും. ആരാ അത് മതിയാക്കി? ഞങ്ങൾ വിവാദത്തിനുണ്ടാകില്ലല്ലോ. ഞങ്ങൾക്ക് വിവാദം ഉണ്ടാക്കേണ്ട കാര്യം? ഞാൻ വിവാദത്തിനുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പറയാൻ മറുപടി. ഞങ്ങൾ വിവാദത്തിനേ ഇല്ല. ഇത് വിവാദത്തിൻ്റെ ഒരു പ്രശ്നമില്ലാത്തില്ല. കാണുന്നവർക്ക് കാണാം, കാണാതിരിക്കുന്നവർക്ക് കാണാതിരിക്കാം. കാണേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കത്തോട് ഞാൻ പറഞ്ഞ് വിശദീകരിച്ചത്. അത്രയേ ഉള്ളൂ കാര്യം. ബോധവൽക്കരണം വേണം, വളരെ നല്ല ബോധവൽക്കരണം വേണം. ബോധവൽക്കരണം തന്നെയാണ് ഇത്. ഞാനിപ്പോൾ ഈ പറയുന്നതെല്ലാം ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. ആ ഏത്? അതേന്ന് ആരെങ്കിലും പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പുമായിട്ട് കണക്കാക്കിയാൽ മതി എന്ന്. അങ്ങനെ വിയോജിക്കാനും യോജിക്കാനുമുള്ള ജനാധിപത്യ അവകാശം മോഡി ആഗ്രഹിക്കുന്നത് പോലെ ഹിന്ദുത്വ അജണ്ട വന്നാലല്ലേ അത് അവസാനിക്കുള്ളൂ. ഇപ്പോൾ വന്നില്ലല്ലോ, അതിൻ്റെ പടിവാതില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് യോജിക്കാം ഒക്കെ ചെയ്യാം. ജനാധിപത്യപരമായ സംവിധാനത്തിൻ്റെ ഭാഗമാണത്. അതിൽ നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിലെ ഇനി വേറെ ചോദ്യമുണ്ടോ?